ഹായ് പ്രിയ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എൻ്റെ ഷോപ്പിൽ വന്നു. ഇന്ന് ഞാൻ പൊന്നാനിക്ക് പോയില്ല. യൂണിഫോം കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകണം. അതിനിടയ്ക്ക് ഒരു കുട്ടി വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവർ വീട്ടിലേക്ക് കണ്ട് പോയിട്ടേ കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എനിക്ക് വേഗം വീട്ടിലേക്ക് പോകാമല്ലോ. പിന്നെ വീട്ടിൽ മെഷീൻ്റെ അത്യാവശ്യമുള്ള എന്തെങ്കിലും തിരക്കുള്ള അവിടെ അടിക്കുകയും ചെയ്യാമല്ലോ. നല്ലൊരു മഴ വന്നിട്ട് തുറന്നിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത മഴ വരുമ്പോഴേക്കാണ് പോകാമല്ലോ വെച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ ഞാൻ ഫാൻ ഓഫാക്കട്ടെ, ലൈറ്റ് ഓഫാക്കിയിട്ടേ അങ്ങനെ ആ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു വീഡിയോയും ചെയ്യാൻ വിചാരിച്ചു. ഇത് സഹോദരൻ്റെ ഭാര്യയുടെ ചുരിദാറൊന്ന് ഷേപ്പാക്കാൻ തോന്നുന്നുണ്ടായിരുന്നോ. എനിക്ക് വീട്ടിൽ പോയിട്ട് ഷേപ്പാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ അടുത്ത് തന്നെ വീട്, അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. അതങ്ങനെ. അപ്പോൾ ഞാൻ നമ്മുടെ സ്വിച്ച് ഓഫ് ആക്കട്ടെ കേട്ടോ. ഫാനിൻ്റെ സ്വിച്ച് ഇവിടെയാണ്, ഇൻവേർട്ടർ. ഫാനിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച്, ഫാനിൻ്റെ സ്വിച്ച് ഇവിടെ താഴത്താണ് ഇങ്ങനെ. അപ്പോൾ എനിക്ക് തയ്ക്കലും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാച്ചിട്ട് ഒരു സ്വിച്ചിൻ്റെ ഇത് ഇവിടെയും വെച്ചു. അങ്ങനെ ചാർജറൊക്കെ എടുക്കട്ടെ കേട്ടോ. ഞാൻ ചാർജറൊക്കെ വരുമ്പോൾ കൊണ്ടുപോകും. അഥവാ ചാർജ് ഇല്ലെങ്കിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ല, ചെയ്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പോർക്കാപ്പുറത്തൊരു വീഡിയോ ആണ്. പിന്നെ ഷോപ്പിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ ഞാൻ എടുത്തിട്ട് വീഡിയോ ഇടാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ വീട് തൊട്ടടുത്തല്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ കുളിയെ കഴിഞ്ഞിട്ട് അങ്ങനെ മുടി കെട്ടാണ്ടൊക്കെ ഇങ്ങോട്ട് ഓടി വരും. ഇവിടെ വെച്ചിട്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യും. പൗഡറിടും, പൊട്ടുതൊടും, ക്ലിപ്പിടും, എല്ലാ കാര്യവും ചെയ്യും അങ്ങനെ. അപ്പോൾ അതാണ് ഇത്. കുട എടുക്കാൻ മറന്നു. കുട എടുക്കട്ടെ, വാതിലടക്കട്ടെ കേട്ടോ. വെയിൽ തെറിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കോണിപ്പഴ താഴത്തേക്ക്, കോണിൻ്റെ മേലെയാണ് ഷോപ്പ്. വീഡിയോ ഒക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങുമ്പോഴേ ഇങ്ങനെ തട്ടി തടഞ്ഞ് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ പണി പാളി. താഴത്തൊക്കെ വെള്ളത്തിൽ വഴിക്ക് വീഴാണ്ടാണ് എത്തണം. താഴത്തൊരു നെല്ലുണ്ട്. ഇവിടെ മഴ ചാറുണ്ട്. അവിടെ നിൽക്കുമ്പോൾ മഴ ചാറാത്ത പോലെ, പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ മഴ ചാറിന് മനസ്സിലായി. ഇത് നമ്മളെ ബോർഡാണ് ഷോപ്പിൻ്റെ. അപ്പോൾ അധ്യയനം പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോപ്പുണ്ടെന്ന് തോന്നാം. ഇതല്ലേ ഷോപ്പിൻ്റെ മീതെ, അതാ അല്ല മേലേക്കുള്ളത്. അല്ല, ഷോപ്പിന് താഴത്ത് ഒരു ക്ലബ്ബും വേറൊരു കടയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഞാവലിൻ്റെ ചൂടുണ്ട് കേട്ടോ. ഇവിടെ ആൺകുട്ടികളൊക്കെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ തയ്ക്കാൻ ആരെങ്കിലും വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഷോപ്പ് തുറന്ന് ഇവിടെ കാത്തിരിക്കും. അങ്ങനെയൊക്കെ. ഇതങ്ങനെ എൻ്റെ വീട്ടിലേക്കും കൂടി പോണ വഴിയാണ്. പക്ഷേ അത് വേറെ ഭാഗത്തേക്കൊന്ന് മാറിയിട്ടാണ് മറ്റേ വീട്. അപ്പോൾ അവിടേക്കും കൂടി ഒന്ന് പോവാം. എൻ്റെ ബാഗൊന്നും എടുത്തിട്ടില്ല. ഇതൊന്ന് കൊടുത്തതിന് ശേഷം വന്നിട്ട് ബാഗ് എടുത്തിട്ട് പോകാമല്ലോ വെച്ചിട്ടേ. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുണ്ട്. സ്കൂൾ വിട്ടിട്ട് അമ്മമാരെ കുട്ടികളെ കൊടുന്നാക്കുക. ഞാനും ഈ സ്കൂളിൽ തന്നെ പഠിച്ചിരുന്നു 1-4 വരെ. എൻ്റെ ഭർത്താവും ഈ സ്കൂളിൽ തന്നെ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ അടുത്ത വീട്ടിൽ തമ്മല്ലാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഈ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വഴിയുണ്ട്. ഈ 2 വഴി കൂടി എൻ്റെ വീട്ടിലേക്ക് പോവാം. നേരെ മറ്റൊരു വീട്ടിലേക്ക്. പിന്നെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഇത് തന്നെ പോവാം. ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചെന്ന് അത് തന്നെ പോവാം.
അതിനെ പോയി കഴിഞ്ഞാൽ അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എൻ്റെ വീട്. പക്ഷേ ഇതിലേ നേരെ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്ന് മാത്രം. എൻ്റെ വീട്ടിൽ പോയിട്ട് വളഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. നേരത്തെ കാണിച്ചെന്ന വഴി കൂടെ പോവുകയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ മാത്രം. അങ്ങനെയൊക്കെ. പിന്നെന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമാവട്ടെ അല്ലേ. കഷ്ടപ്പെട്ട് ജീവിക്കരുത് ആരും. അതൊക്കെ ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ അങ്ങനെ വീടെത്താനായി. അപ്പോഴേക്കൊരു ഫോൺ കോൾ വന്നെങ്കിൽ അത് കോപ്പറേറ്റ് വരണമാവോ. അതുവരെ ആരും വിളിക്കില്ല. ഇതേമാതിരി വീഡിയോ എടുക്കുമ്പോഴാണ് ആരെയും ഒന്ന് വിളിക്കുക. അപ്പോൾ അത് കട്ടാക്കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറയും. അപ്പോൾ കട്ടാക്കിയില്ല. കട്ടാക്കാത്ത കാരണം കൊണ്ട് ഇനി കോപ്പറേറ്റ് വരുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് കാരണം ടെൻഷനായിട്ടാണ്. ഇന്നലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാങ്ക് വിളി പള്ളിയിൽ പെട്ട കാരണം കൊണ്ട് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നു. ഇന്ന് ഈ ഫോൺ വിളി കാരണം കൊണ്ടും ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. എന്താ ചെയ്യല്ലേ? ഇതൊക്കെ ഈ ഭാഗത്തുള്ള വീടുകളാട്ടോ. റോഡിൻ്റെ പക്കത്തുള്ള വീടൊക്കെ എനിക്കൊക്കെ ഒരു സ്വപ്നം കേട്ടോ. നമുക്ക് റോഡൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും റോഡൊക്കെ ആവൂലേ? എല്ലാവരും റോഡായിട്ടൊന്നല്ലോ ജനിച്ചല്ലേ. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും വീഡിയോ ഒക്കെ കാണാറില്ലേ? മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോഴാണ് വാച്ച് ടൈമൊക്കെ കിട്ടുള്ളൂ. ഈ ഭാഗത്തുള്ളവരെല്ലാം അങ്ങോട്ടുകൊണ്ട് യാത്രയൊക്കെ. മുന്നൊക്കെ ഫോണ് കയ്യിൽ പിടിക്കാൻ തന്നെ പേടിയായിരുന്നു. ഇപ്പോൾ ഫോണ് പിടിച്ചിട്ട് നമ്മൾ വീഡിയോ ഇടുന്നു. എന്നാലും ഒരു ബുദ്ധിമുട്ടാണ്. അത്രമാത്രം കാലം കൊണ്ട് പുരോഗമിച്ചിട്ടില്ല. അതൊരു വർക്കാണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും തോന്നിക്കുന്ന രീതിയിലില്ല. ഇങ്ങനെയുള്ളൊരു വീട് ആ വീട്ടിലിരിക്കണം. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും നിർത്തണമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ അങ്ങനെ നിൽക്കാം. അപ്പോൾ അങ്ങനെ പോയ ആ വീട് അങ്ങനെ പോണ ഭാഗത്തൊക്കെ അങ്ങനെ പോകണം കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. ഇതിപ്പോൾ ഈ വീട്ടിലേക്ക് ആയ കാരണം ഇങ്ങോട്ട് അതായത് അപ്പോൾ അവിടെ അങ്ങോട്ട് ഒരു നീല പെയിൻ്റ് അടിച്ച വീടുണ്ട്. ആ വീട്ടിലേക്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ എത്ര മിനിറ്റായി? 7 മിനിറ്റ് കഴിഞ്ഞു. 8 മിനിറ്റ് കഴിഞ്ഞു. ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലേക്ക് പോവില്ല തോന്നുന്നു. ആ വീടെത്താനായില്ല. വീടിൻ്റെ മുന്നേ വെച്ചിട്ട് നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് മോശമല്ലേ? വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ മറത്തുനിന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാം. ഇത്ര ആളുണ്ടെങ്കിൽ മോശമല്ലേ? അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ആരും കാണാനില്ല. അപ്പോൾ വീഡിയോ ഓഫാക്കിയതിന് ശേഷം വിളിക്കാമല്ലോ അല്ലേ അവരെ. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ യൂണിഫോമാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു കൂട്ടം ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മറ്റത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ശബ്ദം കുറഞ്ഞല്ലേ? സ്വാഭാവികമായിട്ട് ശബ്ദം കുറയും. അങ്ങനെ ഇവിടെ അടുത്തടുത്തൊക്കെ വീടുണ്ട്. ഇത് വെയിലിൻ്റെ കാരണം പിന്നെ തന്നെ കാണാം. അങ്ങനെ ഇവിടെ ആരുമില്ലേ? ഇവിടെ ഉള്ളവരെവിടെ? കോളിംഗ് ബെല്ലടിച്ച് നോക്കാം അല്ലേ? കോളിംഗ് ബെല്ലടിക്കാം. ബെല്ലടിച്ചുട്ടാ.
ആ ബെല്ലടിച്ചിട്ടുണ്ട് ഏകദേശം 10. മോളെ യൂണിഫോം